രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഏറ്റവും വലിയ വോട്ട് ചോരി വെളിപ്പെടുത്തൽ രാജ്യത്ത് ഞെട്ടലാണ് ഉളവാക്കിയത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഒറ്റ ദിവസം ബാക്കി നിൽക്കെയാണ് രാഹുൽ ഗാന്ധി ഈ നീക്കം നടത്തിയത് എന്നതാണ് മോദി പാളയത്തിൽ ഇപ്പോൾ അങ്കലാപ്പുണ്ടാക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലെന്നാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത്. ജൻസികളോട് നിങ്ങളുടെ ഭാവിയാണ് അവർ കവരുന്നത് എന്നും പറഞ്ഞു. 8 വോട്ട് വീഴുമ്പോൾ 1 വോട്ട് വ്യാജം എന്നതാണ് സത്യം. സീമ സ്വീറ്റി, സരസ്വതി തുടങ്ങിയ പേരുകളെല്ലാം ഒന്ന്. വോട്ടുകൾ നഷ്ടപ്പെട്ടവരെ വേദിയിൽ എത്തിച്ച് വ്യക്തമായ തെളിവുകളിലൂടെയാണ് രാഹുൽ ഗാന്ധി ഈ കാട്ടുകൊള്ള ഇന്ത്യക്കാരോട് തുറന്നടിച്ചത്. 10 ബൂത്തുകളിൽ 22 തവണ വോട്ട് ചെയ്തു. അങ്ങനെ 25 ലക്ഷം കേന്ദ്രീകൃതമായ തട്ടിപ്പിലൂടെ BJP ഓപ്പറേഷൻ സർക്കാർ വോട്ട് ചോരിയാണ് ഹരിയാനയിൽ നടത്തിയത് എന്നതാണ് രാഹുൽ പുറത്തുവിട്ട് പറയുന്നത്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ വിശദാംശങ്ങൾ രാജ്യം കടുത്ത നിരാശയോടെയും ഞടുക്കത്തോടെയുമാണ് കേട്ടത്. ഈ തട്ടിപ്പ് BJPയുടെ നരേന്ദ്രമോദിയുടെ ആസൂത്രണത്തിൽ നടന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാനാവാതെ രാജ്യം തരിച്ചിരിക്കുകയായിരുന്നു. വലിയ ബ്രഹ്മാണ്ഡ വാഗ്ദാനങ്ങളുമായി മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിൽ വലിയ വാചക കസർത്ത് നടത്തി ബീഹാർ ജനതയെ കയ്യിലെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതാ BJP ഉയർത്തിക്കൊണ്ടുവന്ന ആ വലിയ വിജയം വെറും തട്ടിപ്പാണ് എന്നതും വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊട്ടിഘോഷിച്ച് വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആഘോഷിക്കാൻ അവർക്ക് കഴിയാത്ത തരത്തിലാണ് രാജ്യത്ത് ഇപ്പോൾ വെളിവായിരിക്കുന്ന ഞെട്ടുക്കുന്ന സത്യം. ഇത് ബീഹാറിൽ BJPയെ എങ്ങനെ ബാധിക്കും? NDAയെ തകർക്കാൻ ഈ വെളിപ്പെടുത്തലിന് കരുത്തുണ്ടോ? അത് ദേശീയ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമോ? ആദ്യത്തെ ചോദ്യം എടുത്താൽ അത് ബീഹാറിൽ BJPയെ എങ്ങനെ ബാധിക്കും എന്നതാണ്. തീർച്ചയായും ബീഹാർ തെരഞ്ഞെടുപ്പിൽ അത് NDAയ്ക്ക് വലിയ ആഘാതം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. കാലങ്ങളായി അധികാരത്തിൽ കടിച്ചു തൂങ്ങിയത് ജനാധിപത്യത്തെ തകർത്തുകൊണ്ടാണ് എന്നത് മനസ്സിലാക്കിയ ബീഹാറി ജനത BJPയുടെ തനിനിറം മനസ്സിലാക്കിക്കൊണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തുമെന്നതിൽ ഒട്ടും സംശയിക്കേണ്ട. പണക്കൊഴുപ്പിൻ്റെയും അധികാരത്തിൻ്റെയും അപ്രമാദിത്വത്തിൽ മോദി ബീഹാർ വോട്ട് ബാങ്കിൽ അനുകൂല ഒഴുക്കുണ്ടാക്കാനും മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ഒറീസയിലും ഗുജറാത്തിലും ഒഡീഷയിലും അടക്കം ഇപ്പോഴായി ഹരിയാനയിലും തെളിഞ്ഞു വന്ന വോട്ടുകൊള്ള ഇനി ബീഹാറിൽ നടത്താമെന്ന കണക്കുകൂട്ടലുകളാണ് രാഹുൽ ഗാന്ധി തകർത്തെറിഞ്ഞത്. ഇനി ബീഹാറിൽ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വേണം കരുതാൻ. എങ്കിൽ യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയ നടന്നാൽ BJP NDAയുടെ തകർച്ച ബീഹാറിൽ പൂർണ്ണമാവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി രണ്ടാമത്തെ ചോദ്യം, രാജ്യത്ത് NDAയെ തകർക്കാൻ, മോദിയെ തകർക്കാൻ ഈ വെളിപ്പെടുത്തലിന് കരുത്തുണ്ടോ എന്നതാണ്. ഉറപ്പായും കഴിഞ്ഞ 2 തവണയും രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വെളിപ്പെടുത്തലും ഇത്തവണ പുറത്തുവിട്ട തെളിവുകളടക്കം ഇനി രാജ്യത്ത് പുകഞ്ഞ് കത്തും. ജാഗരൂകരായ പൗരന്മാരുടെ മുന്നേറ്റം രാജ്യത്തിപ്പോൾ ഉരുത്തിരിയുകയാണ്. ജൻസി ഉണരുകയാണ്. നേപ്പാളിലും മഡ്ഗാസ്കറിലും മൊറോക്കയിലും പെറുവിലും തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇതിൻ്റെ നേർചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞതുമാണ്. അത് ഇന്ത്യയിലും ഇരച്ചു കയറും. മോദിയുടെ ഭരണത്തിൽ അപമാനിക്കപ്പെട്ട യുവത്വം, അവഗണിക്കപ്പെട്ട യുവത്വം, തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ ചങ്ങലപ്പൂട്ടിട്ട മോദിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇക്കാലമത്രയും ജനാധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ച് രാജ്യത്ത് സുരക്ഷിതമായി ജീവിച്ച ജനസമൂഹത്തിന് മേലാണ് ഇടുത്തിയായി ഈ സത്യം ശാപമായി വന്നു പതിച്ചതല്ല, മോദി പതിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ പരാജയം NDA BJPയുടെ അധപ്പതനം പൂർണ്ണമാക്കുമെന്നതാണ് തെളിയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നതാണ് അവസാനത്തെ ചോദ്യം. എന്നും ബീഹാർ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന ഒരു ജനവിധിയാണ് എന്നിരിക്കെ രാജ്യം ഉദ്വേഗത്തോടെ ഉറ്റുനോക്കുന്ന മുഹൂർത്തമായി മാറിക്കഴിഞ്ഞു ബീഹാറിൽ 6-ാം തീയതിയും 11-ാം തീയതിയും നടക്കുന്ന 2 ഘട്ടങ്ങളായി നടക്കുന്ന തിരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ട തെളിവുകൾ രാജ്യത്ത് കത്തിക്കയറുക തന്നെ ചെയ്യും. എന്നിരിക്കെ ബീഹാറിൽ ഒരു വൻ പരാജയം BJP നിതീഷ് കുമാറിന് സംഭവിക്കും. കൃത്യമുഹൂർത്തം നോക്കി ബൂത്തുകളിലേക്ക് ജനം യാത്രയാകാൻ നിൽക്കെ പൊട്ടിച്ച ഈ സത്യങ്ങളുടെ ലാവ ബീഹാറിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പടരുകയാണ്. അത് മോദിയുടെ സിംഹാസനത്തെ കരിക്കുക തന്നെ ചെയ്യും.
ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിപ്ലവത്തിന് അത് വഴിവെക്കുകയും രാജ്യം രാഹുൽ ഗാന്ധിയിലേക്ക് ഇഴുകിച്ചേരുകയും ചെയ്യും. ഒരു സംസ്ഥാനം തന്നെ തട്ടിയെടുത്ത ഏറ്റവും വലിയ വോട്ട് കൊള്ളക്കാണ് ഹരിയാന അസംബ്ലി തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ബ്രസീലിയൻ മോഡലിൻ്റെ പേരിൽ പോലും വ്യാജ വോട്ടുകൾ ചെയ്തു. അടിമുടി ക്രമക്കേട് നടന്ന ഹരിയാനയിൽ ബ്രസീലിയൻ മോഡലായ മതീസ് ഫെറാരോയുടെ പേരിൽ 10 ബൂത്തിൽ 22 തവണ വോട്ട് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസ് തോറ്റ 8 മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വ്യത്യാസം 22,729 മാത്രമാണ്. 5,21,619 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത്. അതിൽ 93,174 വ്യാജ വിലാസങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. 3.5 ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. അത് മുഴുവൻ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും വോട്ടുകളായിരുന്നു. ഇങ്ങനെ രാജ്യത്തെ തുരങ്കം വെക്കാൻ ഇലക്ഷൻ കമ്മീഷനിലൂടെ മോദി നടത്തുന്ന ശ്രമങ്ങൾ അത്രയും പുറത്തു വരുമ്പോൾ മോദിയുടെ ഫാസിസമാണ് തെളിഞ്ഞു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ചോദ്യമുനയിൽ നിർത്തിയ തെളിവുകളിൽ മോദി എന്തു പറയുമെന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം രാജ്യം മോദിയോട് ഇനി പറയും, താങ്കൾ ഇനി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല, താങ്കൾ ഞങ്ങളെ ചതിച്ചു, ഇന്ത്യയുടെ അടിത്തറയ്ക്ക് തുരങ്കം വെച്ചു, ഞങ്ങൾക്ക് താങ്കളെ വിശ്വാസമില്ല എന്ന്. ഇനി രാജ്യത്തെയും നിലവിലെ ജനാധിപത്യത്തെയും രക്ഷിക്കാൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം തീർച്ച, രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയ ഈ ഹൈഡ്രജൻ ബോംബ് അവസാനത്തേതല്ല. യഥാർത്ഥ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.